ഇന്ന് ദിവസം 195. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഏശയ്യ അദ്ധ്യായം 7, 8, തോബിത്ത് അദ്ധ്യായങ്ങൾ 7, 8, 9, സുഭാഷിതങ്ങൾ അദ്ധ്യായം 10, 5 മുതൽ 8 വരെ വാക്യങ്ങൾ. ഏശയ്യയുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 7. ഇമ്മാനുവേൽ പ്രവചനം. യൂദാ രാജാവായിരുന്ന ഉസ്സിയായുടെ പുത്രനായ യോഥാമിൻ്റെ പുത്രൻ ആഹാസിൻ്റെ കാലത്ത് സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കായും ജെറുസലേമിനെതിരെ യുദ്ധത്തിന് വന്നു. എന്നാൽ അവർക്കതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. സിറിയ എഫ്രായിമിനോട് സഖ്യം ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നത് പോലെ അവൻ്റെയും ജനത്തിൻ്റെയും ഹൃദയം വിറച്ചു. കർത്താവ് ഏശയ്യായോട് അരുളി ചെയ്തു, നീ പുത്രനായ യശുബമൊത്ത് ചെന്ന് അലക്കുകാരൻ്റെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിൻ്റെ അറ്റത്ത് വെച്ച് ആഹാസിനെ കണ്ട് ഇപ്രകാരം പറയുക: ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 2 തീക്കൊള്ളി നിമിത്തം റസീൻ്റെയും സിറിയയുടെയും റമാലിയായുടെ പുത്രൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. നമുക്ക് യൂദായ്ക്കെതിരെ ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴടക്കി തബേലിൻ്റെ പുത്രനെ അതിൻ്റെ രാജാവായി വാഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സിറിയയും എഫ്രായിമും റമാലിയയുടെ പുത്രനും നിനക്കെതിരെ ഗൂഢാലോചന നടത്തി. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. സിറിയയുടെ തലസ്ഥാനം ദമാസ്കസും ദമാസ്കസിൻ്റെ തലവൻ റസീനുമാണ്. 65 വർഷത്തിനുള്ളിൽ എഫ്രായിം ഛിന്നഭിന്നമാക്കപ്പെടും. മേലിൽ അത് ഒരു ജനതയായിരിക്കുകയില്ല. എഫ്രായിമിൻ്റെ തലസ്ഥാനം സമരിയായും അധിപൻ റമാലിയയുടെ പുത്രനുമാണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിവചിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ ഏശയ്യ പറഞ്ഞു, ദാവീദിൻ്റെ ഭവനമേ, ശ്രദ്ധിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. യൂദായിൽ നിന്ന് എഫ്രായിം വേർപിരിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ അസീറിയ രാജാവിൻ്റെ ഭരണം തന്നെ കർത്താവ് നിൻ്റെയും ജനത്തിൻ്റെയും നിൻ്റെ പിതൃഭവനത്തിൻ്റെയും മേൽ വരുത്തും. അന്ന് ഈജിപ്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനത്തുള്ള ഈച്ചകളെയും അസീറിയ രാജ്യത്തെ തേനീച്ചകളെയും കർത്താവ് വിളിച്ചു വരുത്തും. അവ ആഴമേറിയ മലയിടുക്കുകളിലും പാറയിടുക്കുകളിലും മുൾച്ചെടികളിലും മേച്ചിൽപ്പുറങ്ങളിലും വന്നുകൂടും. അന്ന് കർത്താവ് നദിയുടെ അക്കരെ നിന്ന് കടം വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട് അസീറിയ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലിലെ രോമവും താടിയും ക്ഷൗരം ചെയ്യും. ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും 2 ആടുകളെയും വളർത്തും. അവ സമൃദ്ധമായി പാൽ നൽകുന്നത് കൊണ്ട് അവൻ തൈര് ഭക്ഷിക്കും. ആ ദേശത്ത് അവശേഷിക്കുന്നവരും തൈരും തേനും ഭക്ഷിക്കും. ആ ദിനത്തിൽ 1000 ഷെക്കൽ വെള്ളി വില വരുന്ന 1000 മുന്തിരിച്ചെടികൾ വളർന്നിരുന്ന സ്ഥലങ്ങളിൽ മുൾച്ചെടികളും മുള്ളുകളും വളരും. ദേശം മുഴുവൻ മുൾച്ചെടികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അമ്പും വില്ലുമായിട്ടേ ആളുകൾ അവിടെ പ്രവേശിക്കുകയുള്ളൂ. തൂമ്പ കൊണ്ട് കിളച്ചിളക്കപ്പെട്ടിരുന്ന ആ കുന്നുകളിൽ ഇന്ന് മുള്ളും മുൾച്ചെടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. അത് കന്നുകാലികളെ അഴിച്ചുവിടാനും ആടുകൾക്ക് മേയാനുമുള്ള സ്ഥലമാകും. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 8. ഏശയ്യായുടെ പുത്രൻ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വലിയ ഒരു ഫലകമെടുത്ത് സാധാരണമായ അക്ഷരത്തിൽ മഹർ ഷലാൽ ഹഷ്ബാസ് എന്ന് ആലേഖനം ചെയ്യുക. പുരോഹിതനായ ഊറിയായെയും ജബരക്കിയായുടെ പുത്രനായ സക്രിയയെയും ഞാൻ വിശ്വസ്ത സാക്ഷികളായി ഇത് രേഖപ്പെടുത്താൻ വിളിച്ചു. ഞാൻ പ്രവാചികയെ സമീപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവന് മഹർ ഷലാൽ ഹഷ്ബാസ് എന്ന് പേരിടുക. എന്തെന്നാൽ ഈ ശിശു
അപ്പ, അമ്മേ എന്ന് വിളിക്കാൻ പ്രായമാകുന്നതിനു മുൻപ് ദമാസ്കസിൻ്റെ ധനവും സമരിയായുടെ കൊള്ളസ്വത്തും അസീറിയ രാജാവ് കൊണ്ടുപോകും. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈ ജനം പ്രശാന്തമായി ഒഴുകുന്ന ഷീലോവായെ നിരസിച്ച് റസീൻ്റെയും റമാലിയയുടെയും പുത്രൻ്റെയും മുൻപിൽ വിറയ്ക്കുന്നതുകൊണ്ട് കർത്താവ് ശക്തമായി നിറഞ്ഞൊഴുകുന്ന നദിയെ അസീറിയ രാജാവിനെ സർവ്വപ്രതാപത്തോടും കൂടെ അവർക്കെതിരെ തിരിച്ചുവിടും. ആ പ്രവാഹം അതിൻ്റെ എല്ലാ തോടുകളും കരകവിഞ്ഞൊഴുകും. അത് യൂദായിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളമെത്തും. ഇമ്മാനുവലെ, അതിൻ്റെ വിടർത്തിയ ചിറകുകൾ നിന്റെ രാജ്യത്തെയാകെ മൂടിക്കളയും. ജനതകളെ തകരുവിൻ, പേടിച്ചു വിറയ്ക്കുവിൻ. വിദൂര രാജ്യങ്ങളെ ശ്രദ്ധിക്കുവിൻ, അരമുറുക്കുവിൻ, സംഭ്രമിക്കുവിൻ. അതെ, അരമുറുക്കുവിൻ, സംഭ്രമിക്കുവിൻ. നിങ്ങൾ കൂടിയാലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. തീരുമാനമെടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. പ്രവാചകന് മുന്നറിയിപ്പ്. തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്. പരിഭ്രമിക്കുകയും അരുത്. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവേൻ. അവിടുത്തെ ഭയപ്പെടുവേൻ. അവിടുന്നാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങളെയും നിലം പതിപ്പിക്കുന്ന പാറയും. ജെറുസലേം നിവാസികൾക്ക് കുടുക്കും കെണിയും അവിടുന്ന് തന്നെ. അനേകർ അതിന്മേൽ തട്ടിവീണ് തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും. ഈ സാക്ഷ്യം ഭദ്രമായി സൂക്ഷിക്കുകയും ഈ പ്രബോധനം എൻ്റെ ശിഷ്യരുടെ ഇടയിൽ മുദ്ര വെച്ചുറപ്പിക്കുകയും ചെയ്യുക. യാക്കോബിൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ എൻ്റെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവിൻ എന്ന് പറയും. ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ? ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ. അവർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചം കാണുകയില്ല. അവർ അത്യധികം കഷ്ടപ്പെട്ടും വിശന്നും ദേശത്ത് അലഞ്ഞു നടക്കും. തങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ കുപിതരാവുകയും തങ്ങളുടെ രാജാവിനെയും ദൈവത്തെയും ശപിക്കുകയും ചെയ്യും. അവർ മുകളിലേക്കും താഴോട്ടും കണ്ണയക്കും. എവിടെയും കൊടിയ വേദനയും അന്ധകാരവും കഠോര ദുഃഖത്തിൻ്റെ ഇരുളും. ആ അന്ധകാരത്തിൽ അവർ ആണ്ടുപോകും. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 7. തോബിയാസിൻ്റെ വിവാഹം. അവർ എഗ്ബത്താനയിൽ റഘുവേലിൻ്റെ ഭവനത്തിലെത്തി. സാറ അവരെ കണ്ട് അഭിവാദനം ചെയ്തു. അവർ പ്രത്യാഭിവാദനം ചെയ്തു. അവൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റഘുവേൽ ഭാര്യ എദ്നായോട് പറഞ്ഞു, ഈ യുവാവിന് എൻ്റെ പിതൃവ്യത്യൻ തോബിത്തിൻ്റെ നല്ല ഛായ. റഘുവേൽ അവരോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങളെവിടെ നിന്ന് വരുന്നു? അവർ പറഞ്ഞു, നിനവയിൽ വിപ്രവാസികളായ നഫ്താലി വംശജരാണ് ഞങ്ങൾ. ഉടനെ അവർ ആരാഞ്ഞു, ഞങ്ങളുടെ സഹോദരൻ തോബിത്തിനെ നിങ്ങൾ അറിയുമോ? അറിയുമെന്ന് അവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അവന് സുഖമല്ലേ? അവർ പറഞ്ഞു, അവൻ സുഖമായിരിക്കുന്നു. തോബിയാസ് തുടർന്നു, അവൻ എൻ്റെ പിതാവാണ്. റഘുവേൽ ചാടി എഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്ത് സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. ഉത്തമനും കുലീനനുമായ തോബിത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് റഘുവേൽ തോബിയാസിനെ അനുഗ്രഹിച്ചു. തോബിത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട് അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു. ഭാര്യ എദ്നായും പുത്രി സാറായും ഒപ്പം കരഞ്ഞു. അവർ അതീവ സ്നേഹത്തോടെ അവനെ സ്വീകരിച്ചു. ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ കൊന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ടാക്കി അവരെ സൽക്കരിച്ചു. അനന്തരം തോബിയാസ് റഫായേലിനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ്, യാത്രയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞു തീരുമാനിക്കുക. ദൂതൻ അക്കാര്യം റഘുവേലിനെ അറിയിച്ചു. റഘുവേൽ തോബിയാസിനോട് പറഞ്ഞു, തിന്നും കുടിച്ചും ഉല്ലസിക്കുക. എൻ്റെ മകളെ പരിഗ്രഹിക്കുന്നത് നിന്റെ അവകാശമാണ്. എന്നാൽ ഒരു കാര്യം എനിക്ക് നിന്നോട് തുറന്നു പറയാനുണ്ട്. എൻ്റെ പുത്രിയെ ഞാൻ 7 ഭർത്താക്കന്മാർക്ക് നൽകിയതാണ്. എന്നാൽ ഓരോരുത്തനും അവളെ സമീപിച്ച രാത്രിയിൽ തന്നെ മൃതിയടഞ്ഞു. എന്നാൽ ഇപ്പോൾ നീ ആഹ്ലാദിക്കുക. തോബിയാസ് പ്രതിവചിച്ചു, നീ ഇക്കാര്യത്തിൽ ഉറപ്പു തരാതെ ഞാനൊന്നും ഭക്ഷിക്കുകയില്ല.
റഘുവേൽ പറഞ്ഞു, ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചു കൊള്ളുക. നീ അവളുടെ ബന്ധുവാണ്, അവൾ നിനക്ക് സ്വന്തവും. കാരുണ്യവാനായ ദൈവം നിങ്ങൾക്കിരുവർക്കും ശുഭം വരട്ടെ. അവൻ പുത്രി സാറായെ കൈക്ക് പിടിച്ച് തോബിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവളെ മോശയുടെ നിയമം അനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക. നിന്റെ പിതാവിൻ്റെ അടുത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോവുക. അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ ഭാര്യ എദ്നായെ വിളിച്ച് ഒരു ചുരുളെടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി. അവർ അതിൽ തങ്ങളുടെ മുദ്രയും വച്ചു. അനന്തരം അവർ ഭക്ഷണം കഴിച്ചു. റഘുവേൽ തൻ്റെ ഭാര്യ എദ്നായെ വിളിച്ചു പറഞ്ഞു, അടുത്ത മുറിയൊരുക്കി അവളെ അങ്ങോട്ട് നയിക്കുക. അവൾ അങ്ങനെ ചെയ്തു. സാറായെ അങ്ങോട്ട് നയിച്ചു. സാറ കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, ധൈര്യമായിരിക്കുക. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും. ധൈര്യം അവലംബിക്കുക. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 8. വിവാഹരാത്രി. ഭക്ഷണത്തിനു ശേഷം തോബിയാസിനെ അവർ സാറായുടെ അടുത്തേക്ക് നയിച്ചു. അവൻ റഫായേലിൻ്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശലത്തിലെ തീക്കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ട് പുകച്ചു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ചു. മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു. അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവെ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്തിലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. അവൾ ആമീൻ എന്ന് ഏറ്റുപറഞ്ഞു. അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു. എന്നാൽ അവനും മരിക്കുമെന്ന് വിചാരിച്ച് റഘുവേൽ എഴുന്നേറ്റ് പോയി ഒരു ശവക്കുഴിയുണ്ടാക്കി. അതിനുശേഷം അവൻ വീട്ടിൽ വന്ന് ഭാര്യ എദ്നായോട് പറഞ്ഞു, ദാസികളിൽ ഒരാളെ അയച്ച് അവൻ ജീവിച്ചിരിക്കുന്നുവോ എന്നന്വേഷിക്കുക. മരിച്ചെങ്കിൽ ആരുമറിയാതെ നമുക്കവനെ സംസ്കരിക്കാം. ദാസി ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും സുഖമായി ഉറങ്ങുന്നത് കണ്ടു. അവൾ തിരികെ വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു. അപ്പോൾ റഘുവേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, നിർമ്മലവും പരിശുദ്ധവുമായ സ്തുതികളാൽ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധരും സകല സൃഷ്ടികളും അവിടുത്തെ വാഴ്ത്തട്ടെ. അവിടുത്തെ ദൂതന്മാരും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അങ്ങയെ എന്നേക്കും വാഴ്ത്തട്ടെ. അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ. എന്തെന്നാൽ അവിടുന്ന് എനിക്ക് സന്തോഷമേകി. ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല. അവിടുത്തെ അനന്ത കാരുണ്യത്തിന് അനുസ്മൃതമായി അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു. അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ. ഏകസന്താനങ്ങളായ ആ 2 പേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു. കർത്താവെ, അവരിൽ കനിയണമേ. ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. അനന്തരം അവൻ ശവക്കുഴി മൂടിക്കളയാൻ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. 14 ദിവസം നീണ്ടുനിന്ന വിവാഹ വിരുന്ന് അവൻ നടത്തി. വിരുന്ന് ദിവസങ്ങൾ കഴിയുന്നതിനു മുൻപ് വിവാഹ വിരുന്നിൻ്റെ 14 ദിവസവും പൂർത്തിയാകാതെ അവിടെ വിട്ടുപോകരുതെന്ന് റഘുവേൽ തോബിയാസിനോട് നിർബന്ധമായി പറഞ്ഞു. അത് കഴിഞ്ഞ് തൻ്റെ സ്വത്തിൻ്റെ പകുതിയും കൊണ്ട് പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങാമെന്നും തൻ്റെയും ഭാര്യയുടെയും മരണത്തിന് ശേഷം മറ്റേ പകുതിയും അവന് ലഭിക്കുമെന്നും റഘുവേൽ പറഞ്ഞു. തോബിത്തിൻ്റെ പുസ്തകം അധ്യായം 9. പണം വാങ്ങുന്നു. തോബിയാസ് റഫായേലിനെ വിളിച്ചു പറഞ്ഞു, സഹോദരൻ അസറിയാസ് ഒരു ഭൃത്യനെയും 2 ഒട്ടകങ്ങളെയും കൂട്ടി മേദിയയിലെ റാഗസിൽ ഗബായേലിൻ്റെ അടുത്ത് ചെന്ന് പണം വാങ്ങുക. അവനെയും വിവാഹ വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ ഇവിടം വിട്ടു പോകരുതെന്ന് റഘുവേൽ നിർബന്ധിക്കുന്നു. എന്നാൽ എൻ്റെ പിതാവ് ദിവസങ്ങൾ എണ്ണി കഴിയുകയാണ്. തിരിച്ചെത്താൻ വൈകിയാൽ അവൻ വിഷമിക്കും. റഫായേൽ യാത്ര ചെയ്ത് ഗബായേലിൻ്റെ അടുത്തെത്തി ഒരു രാത്രി അവനോടുകൂടെ ചെലവഴിച്ചു. ഗബായേലിന് അവൻ രേഖ കൊടുത്തു. ഗബായേൽ മുദ്ര പൊട്ടിക്കാത്ത പണസഞ്ചി എടുത്തുകൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അവർ 2 പേരും അതിരാവിലെ എഴുന്നേറ്റ് വിവാഹ വിരുന്നിന് വന്നു. ഗബായേൽ തോബിയാസിനും ഭാര്യയ്ക്കും അനുഗ്രഹാശിസുകൾ നേർന്നു. സുഭാഷിതങ്ങൾ അധ്യായം 10.
5 മുതൽ 8 വരെ വാക്യങ്ങൾ. വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകൻ മുൻകരുതലുള്ളവനാണ്. കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്ന മകൻ അപമാനം വരുത്തിവെക്കുന്നു. നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു. ദുഷ്ടരുടെ വായ് അക്രമം മറച്ചുവെക്കുന്നു. നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണ്. ദുഷ്ടരുടെ നാമം ക്ഷയിച്ചു പോകുന്നു. ഹൃദയത്തിൽ വിവേകമുള്ളവൻ കൽപ്പനകൾ ആദരിക്കും. വായാടിയായ ഭോഷൻ നാശമടയും.